തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റ് ഉടനുണ്ടാകും. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമെന്ന് പോലീസ് കണ്ടെത്തൽ. അഭിജിത്തിനും അജാസിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ഇന്ദുജയെ മർദ്ദിച്ചു എന്ന് അജാസ് മൊഴി നൽകിയിരുന്നു. ഇന്ദുജയ്ക്ക് അവസാനമായി വന്ന കോൾ അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, രണ്ടുപേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയോ? എന്തൊക്കെ വകുപ്പുകൾ ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട്? അമൃത, അറസ്റ്റ് ഇതുവരെയായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കാട്ടാക്കട ഡിവൈഎസ്പിയും പാലോട് സിയുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഭർത്താവായിട്ടുള്ള അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റൊരാൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു തരത്തിൽ പോലീസിന് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള അജാസും ഇന്ദുജയെ മർദ്ദിച്ചതായിട്ടുള്ള വിവരം അഭിജിത്താണ് പോലീസിന് മൊഴി നൽകിയത്. പിന്നാലെയാണ് അജാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പക്ഷേ അജാസിന്റെ ഫോൺ അടക്കം ഫോർമാറ്റ് ചെയ്ത രീതിയിലാണ് പോലീസിന് ലഭിച്ചത്. എന്നാൽ പോലും ചോദ്യം ചെയ്യലിൽ അജാസും ഇത്തരത്തിൽ മർദ്ദന വിവരം ഇന്ദുജയെ കാറിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ള കാര്യം സമ്മതിക്കുകയുണ്ടായി. ഇരുവരുടെയും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇവർ മർദ്ദിച്ചതും അതുപോലെ മാനസിക പീഡനം ഏൽപ്പിച്ചതുമാണ് ഇന്ദുജ കഴിഞ്ഞ വെള്ളിയാഴ്ച ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ട നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുന്നത്. നിലവിലിപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇരുവർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കം മുമ്പോട്ട് പോയിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സനൂപ്, ഇന്ദുജയുടെ കുടുംബം ഈ ഭർത്താവിന് എതിരെ മാത്രമല്ല ഭർത്താവിന്റെ അമ്മയ്ക്കെതിരെയും ഇന്നലെ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അവർ കൂടി തന്റെ മകളുടെ മരണത്തിന് കാരണക്കാരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. നിലവിലിപ്പോൾ ഈ ഭർത്താവും സുഹൃത്തും മാത്രമാണല്ലോ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മറ്റുള്ള ആളുകളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? നിലവിലിപ്പോൾ കാട്ടാക്കട ഡിവൈഎസ്പിയും പാലോട് സിഐയും ആണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത് ഈ രണ്ടുപേരിൽ മാത്രമാണ്. അഭിജിത്തിന്റെ അമ്മയിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. കാരണം ഇവർ നൽകിയിട്ടുള്ള മാനസിക പീഡനം, ഇവർ മർദ്ദിച്ചത്, ഇത് രണ്ടും കൊണ്ടാണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പോലീസിന്റെയും കണ്ടെത്തൽ. അതുകൊണ്ടാണ് കുടുംബാംഗങ്ങളിലേക്ക് ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത്. എന്നാൽ പോലും ആദ്യഘട്ടത്തിൽ അവരുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യം വന്നാൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ബന്ധുക്കളെ കൂടി ഉൾപ്പെടുത്തൂ എന്നാണ് പോലീസ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് സാധ്യത. അമൃത. ശരി.